എന്റെ പൂട കറപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ലോകത്തുണ്ട്. ദൈവത്തിന് തന്റെ പൂട കറപ്പിക്കുന്ന പണിയല്ല, ദൈവത്തിന് വേറെ ഒരുപാട് ജോലികളുണ്ട്. മൈത്രേയൻ ജനിച്ച സമയത്ത് തലമുടിയും കുറെ കാലം കഴിഞ്ഞപ്പോ താടി മീശയൊക്കെ ഉണ്ടായ സമയത്ത് അതും ഒക്കെ കറുത്തിട്ടല്ലായിരുന്നു. പിന്നെ എങ്ങനെ നരച്ചു പോയത്, എങ്ങനെ വെളുത്തു പോയത്? ഒരു കാലം കഴിയുമ്പോൾ അങ്ങനെയാണ്, അത് സ്വാഭാവികമാണ്, അത് പ്രകൃതി നിയമമാണ്. എനിക്ക് ആകെ ഒക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്നാ തടയാൻ പറ്റുന്ന ഒരു ദൈവത്തിന് വേണമല്ലോ. ചത്തിട്ട് ജീവിക്കാൻ വേണ്ട, എനിക്ക് ഇവിടെ തന്നെ ജീവിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ഈ നാട്ടിലുള്ള കാര്യങ്ങൾ, ഈ തക്കാളിക്കകത്ത് നിന്ന് ഞാൻ ജീവിച്ചോളാം. എനിക്കാണെങ്കിൽ കരിമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യമില്ല. ഇതൊന്ന് തടയാൻ പറ്റുന്ന ഒരു മണ്ടക്കണയപ്പൻ, ഗുരുവായൂരപ്പനോ അയ്യപ്പനോ വേളാങ്കണ്ണിയോ ഏതെങ്കിലും ഒരു കൊന്തൻ, എന്താണ് നബിയുടെ അവിടുത്തെ അള്ളാഹുള്ള എല്ലാത്തിനെയും ഞാൻ എടുത്താണ്. ഏതെങ്കിലും ഒരുത്തനെ എന്നെ ഒന്ന് രക്ഷിച്ചു തന്നാൽ ഒരു പുല്ല് നടക്കത്തില്ല. നമുക്ക് അറിഞ്ഞൂടെ? മൈത്രേയനാണ്. മൈത്രേയനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. മൈത്രേയന്റെ വീഡിയോകൾ കാണുന്ന ആളുകൾക്കൊക്കെ മൈത്രേയൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. മൈത്രേയന്റെ വീഡിയോകൾ പലതും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഒരു 5, 8, 10 വയസ്സായ ഒരു കുട്ടിയുടെ ബുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൈത്രേയൻ ഈ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമുണ്ടെങ്കിൽ മരിക്കുന്നത് തടയാൻ എന്തേ ദൈവത്തിന് കഴിയാത്തതെന്നാ. എന്റെ പൊന്നു മൈത്രേയ, ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഈ ഭൂമി ലോകത്ത് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്, ജീവനില്ലാത്തവർക്കും ഒരു അന്ത്യമുണ്ട്. അത് പ്രകൃതി നിയമമാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, ലോകത്താകമാനം 800 കോടിയിലധികം വരുന്ന ജനങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാ. സമുദ്രത്തിലും കരയിലുമായിട്ട് അതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം മറ്റു ജീവജാലങ്ങളുണ്ട്. ഈ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കൊക്കെ മരണമില്ലെങ്കിൽ, പുതിയ ജീവജാലങ്ങൾ ഇങ്ങനെ ജനിച്ചു വരികയാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ഇനി മൈത്രേയൻ പറഞ്ഞതുപോലെ മരണം പോലും തടയാൻ കഴിയാത്തൊരു പൊട്ടനാണ് ഈ ദൈവമെങ്കിൽ ശാസ്ത്രം അത് തെളിയിച്ചു കാണിക്കട്ടെ. ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയട്ടെ, മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ കഴിയട്ടെ. അത് കഴിയോ സക്കീർ ബായിക്ക്? എന്താണ് മൈത്ര, ഒന്ന് നന്നായിക്കൂടെ? വല്ലാത്ത ജാതി തന്നെ. ഹൈഷ്.